കഴിഞ്ഞ തവണ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം റായ്ബറേലിയിൽ കുറഞ്ഞിരുന്നു എങ്കിലും മണ്ഡലം കൈവിട്ടു പോകില്ല എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വിശ്വാസം. റായ്ബറേലിയിൽ ജയിച്ചാൽ രാഹുൽ ഗാന്ധി വയനാടിനെ കൈവിട്ട് ഹിന്ദി ഹൃദയഭൂമിലെ മണ്ഡലം നിലനിർത്തും എന്ന ചുരുക്കം. ഭാരത് ജോഡോ യാത്രാ സമയത്തും ന്യായ് യാത്രാ സമയത്തും അമേഠിയിൽ നിന്ന് എത്തിയ പൗരപ്രമുഖരും വിവിധ സാമൂഹ്യ നേതാക്കളും രാഹുൽ അവിടെ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാവും പ്രഖ്യാപനം എന്ന സൂചനയും കോൺഗ്രസ് നേതാക്കൾ നേരത്തെ നൽകിയിരുന്നു. മണ്ഡലം പരസ്പരം മാറുന്നതിനെക്കുറിച്ചും ആലോചനകൾ നടന്നു. സ്മൃതി ഇറാനിയെ നേരിടാൻ പ്രിയങ്ക ഗാന്ധിയാണ് പറ്റിയ സ്ഥാനാർത്ഥി എന്ന അഭിപ്രായം ഉയർന്നതോടെയാണ് ഇത്. എന്നാൽ റോബർട്ട് വദ്രയടക്കം താൽപ്പര്യം പ്രകടിപ്പിച്ച അമേഠിയിൽ വീണ്ടും ഒരു തോൽവി സംഭവിച്ചാൽ പ്രിയങ്കയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് വലിയ കരിനിഴൽ വീഴ്ത്തും. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ സാരഥ്യം ഏറ്റെടുത്തിട്ടും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും അത് ഒരു ചർച്ചയാകും. ബിജെപിയുടെ പരിവാർ രാഷ്ട്രീയ പ്രചരണവും റോബർട്ട് വദ്രയിലൂടെ ഉണ്ടാകാവുന്ന നീക്കങ്ങളും മുന്നിൽ കണ്ട് പ്രിയങ്ക വിസമ്മതം തീർത്തു പറഞ്ഞതോടെ രാഹുലിനെ സുരക്ഷിത മണ്ഡലം എന്ന നിലയിൽ റായ്ബറേലിയിലേക്ക് പാർട്ടി മാറ്റുകയായിരുന്നു.